മഞ്ഞുകാലമായി തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പല പേരൻസും വരാറുള്ളത് കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ വളരെയധികം ഡ്രൈ ആയി എന്താ ചെയ്യാൻ ചോദിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല. അത് ഈ വിൻ്റർ സമയങ്ങളിൽ ചില കുഞ്ഞുങ്ങളുടെ സ്കിൻ വളരെയധികം ഡ്രൈ ആവാറുണ്ട്. ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് നോക്കാം. ഒരു വിൻ്റർ കെയർ ആയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചൂടുവെള്ളത്തിലായിരിക്കും കുഞ്ഞിനെ കുളിപ്പിക്കുക. കുഞ്ഞു വളരെയധികം എൻജോയ് ചെയ്ത് കുളിക്കുന്നതായിട്ടും കാണാം. പക്ഷേ അമിതമായിട്ട് ചൂടുവെള്ളം യൂസ് ചെയ്ത് കുളിപ്പിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് മൊത്തം ഡ്രൈഡ് ആവുകയും കുഞ്ഞിൻ്റെ സ്കിന്നിൽ ഡ്രൈനെസ്, എക്സ്കോറിയേഷൻ, റാഷസ് എന്നൊക്കെ പറയും, ചെറിയ റാഷസും ഇതുമൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഒരു ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. ഒരു 5 തൊട്ട് 7 മിനിറ്റിനുള്ളിൽ വേഗം കുളിപ്പിച്ച് എടുക്കുക. ഒരുപാട് നേരം ഇട്ട് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. രണ്ടാമത്തെ കാര്യം, സോപ്പ്. എപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക. ഒരുപാട് സോപ്പിട്ട് പതിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ നമുക്കറിയാം വിൻ്ററിൽ കുഞ്ഞുങ്ങളുടെ അധികം ബോഡി പാർട്സ് ഒന്നും അങ്ങനെ അഴുക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കൈയും പ്രൈവറ്റ് പാർട്സും ഒക്കെ സോപ്പിട്ട് കഴുകുക. ഡെയിലി സോപ്പിട്ട് കഴുകേണ്ട ആവശ്യവുമില്ല വിൻ്റർ ടൈമിൽ. മൂന്നാമതായിട്ട് മോയ്സ്ചറൈസർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും വിചാരിക്കും ഡ്രൈ ആകുമ്പോൾ മാത്രം പോയി മോയ്സ്ചറൈസർ തേക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ സമ്മർ ആയിക്കോട്ടെ വിൻ്റർ ആയിക്കോട്ടെ, ഡെയിലി കുളി കഴിഞ്ഞ് ആദ്യത്തെ ആ ഒരു 3 മിനിറ്റ് ചെറിയൊരു ഈർപ്പനനോട് കൂടി തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ ഡെയിലി തേപ്പിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ. മോയ്സ്ചറൈസർ എപ്പോഴും ഒരു പെട്രോളിയം ബേസ് ആയിട്ടുള്ള, ക്രീം ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷിയ ബട്ടർ ഒക്കെ കണ്ടന്റ് ഉള്ള മോയ്സ്ചറൈസർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വിൻ്റർ കെയർ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.